നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ സർവീസ് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഗൂഗിൾ ആഡ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യല്ല, കൂടുതൽ അങ്ങനെയാണ്. പക്ഷെ കാരണം എന്താ എനിക്ക് പറയാനുള്ളത്, ഗൂഗിൾ ആഡ്സ് നല്ല രീതിയിൽ പഠിക്കണം. അത് നല്ല രീതിയിൽ പഠിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ക്യാഷ് ബേണാവും. ഇത് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ബേസിക് അവിടുന്ന് ഇവിടുന്ന് കണ്ടക്കാണ്ട് ഒന്ന് ജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു 10,000 രൂപ ചെയ്യുമ്പോഴാണ് ഈ പൈസ പോയി ഒന്നുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് അവർക്ക് പിന്നെ മനസ്സിലാവും. പിന്നെ അത് ആഡർ തന്നെ ഇല്ല. പക്ഷെ ഗൂഗിൾ ആഡ്സ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ ഗൂഗിൾ ആഡ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ പഠിച്ച ഒരാൾക്ക് ഗൂഗിൾ ആഡ്സ് റണ്ണ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. ഈവൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെക്കാട്ടും കൂടി കൺവേർഷൻ റേറ്റ് ഉള്ളത് ഗൂഗിൾ ആഡ്സിലെ ഈ സെർച്ച് ആഡുകൾക്കാണ്. കാരണം നിങ്ങളൊരു 1000 രൂപ സ്പെൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100 ലീഡ്സ് കിട്ടാം. നേരെ മറിച്ച് നിങ്ങൾ ഗൂഗിൾ ആഡ്സിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. 1000 രൂപ സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 10 ലീഡ് 5 ലീഡ് കിട്ടുള്ളൂ. പക്ഷേ ആ ലീഡിന് എന്തുണ്ട്, വാല്യൂ ഉണ്ടാവും. കാരണം എന്താണ്, റിക്വയർമെൻറ്റ് ബേസിൽ വന്ന ലീഡ്സുകളാണ്. നിങ്ങളേന്നൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യലല്ലേ.